ഹലോ ഹലോ. ജഗൻ ആക്സിഡന്റ് ആയി. എവിടെ വെച്ച്? ദേവി ചതിച്ചോ? പ്രകാശ് ചേട്ടാ, ജഗൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണെന്ന്. വന്ദനയെയോ വന്ദനയുടെ വീട്ടുകാരെയോ കുറ്റപ്പെടുത്താനുള്ള അധികാരം അവർക്കില്ല. ഇനിയും അവരിത് ആവർത്തിച്ചാൽ ഇത്രയും നാളെ ഞാൻ കൈ ഓങ്ങിയതേ ഉള്ളൂ. ഇനി ചിലപ്പോ എന്റെ നിയന്ത്രണം പോയെന്ന് വരും. ജഗ, അത് വിട്ടേക്ക്. ഒരു കുടുംബാവുമ്പോ ഇതുപോലുള്ള എത്തിക്കണികളൊക്കെ പറ്റിച്ചേരുമെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നായിട്ട് കണക്കാക്കിയാൽ മതി. വന്ദനെ, എന്റെ പ്രവൃത്തികള് എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവോ? എനിക്ക് എന്റെ അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. ഇങ്ങനെയുണ്ടോ ഒരമ്മ മകൻ? അമ്മ ഇപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. എത്തിയിട്ട് എത്രയും വേഗം ഞാൻ വിളിച്ചു തരാം. ജഗ, ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി. അമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മകൻ ഒരിക്കലും ഭാര്യയെ തള്ളി പറയില്ല. അച്ഛാ, ചായ. നീ എന്താ വാതിലേക്ക് കണ്ണെന്നിട്ട് നിൽക്കുന്നത്? ആരോടെങ്കിലും വരാൻ പറഞ്ഞിരുന്നോ? വേറെ ആരുമല്ല, പലഹാരമായിട്ട് പോയ അമ്മയെ അപ്പച്ചിയെ കാണുന്നില്ലല്ലോ. രണ്ടാളെയും വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇനി അവിടെ എന്തെങ്കിലും... അയ്യോ, എടി നീയായിട്ട് ഇനി ഇല്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ആലോചിച്ച് കൂടണ്ടാന്ന്. ആഹാ, അവരെത്തി. വണ്ടിയുടെ വരവും ബ്രേക്കിടലും കണ്ടിട്ട് എന്തോ വശപ്പിശ കൊണ്ടല്ലോ. എന്താമ്മേ, ഹരിതയ്ക്ക് സുഖമാണോ? പലഹാരം കൊണ്ടുപോയപ്പോ അവിടെ ഉള്ളവർക്കെല്ലാം സന്തോഷായോ? അതിന് പലഹാരമായിട്ട് മാത്രമല്ലല്ലോ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ ഒരു ശനിയേയും കൂടി കെട്ടിയെടുത്തില്ലേ? അതേടി, ഏതോ ഗ്രഹണം പിടിച്ച സമയത്താ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ തോന്നിയത്. വന്ദനെ, ജഗൻ പോയോ? രാവിലെ പോയല്ലോ. ഇന്നലെ വന്നപ്പോഴും ഒത്തിരി വൈകിയിരുന്നു അല്ലേ? കഷ്ടം. ചിലർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ല. ജഗന്റെ കാര്യവും ഏകദേശം അതുപോലെ തന്നെയാണ്. സ്വർണ്ണക്കരണ്ടിയായി ജനിച്ചവൻ ഇപ്പോ രാവും പകലും തെണ്ടി നടക്കുക. ഹലോ ഹലോ. ജഗൻ ആക്സിഡന്റ് ആയി. എവിടെ വെച്ച്? ദേവി ചതിച്ചോ? പ്രകാശ് ചേട്ടാ, ജഗൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണെന്ന്. തന്നെ. ഹലോ, നിങ്ങൾ ആരാ? പാറശാലയ്ക്ക് അടുത്തുള്ള റോഡിൽ വെച്ചാണ് ആക്സിഡന്റ്. ഞങ്ങളാണ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ബ്രെയിനിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. പെട്ടെന്ന് സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. 3 ലക്ഷം രൂപ അഡ്വാൻസ് അടച്ചാലേ സർജറി തുടങ്ങാൻ പറ്റൂ. അക്കൗണ്ട് നമ്പർ തരാം, അതിലേക്ക് അയച്ചാൽ മതി. അല്ല,
പെട്ടെന്ന് ഇത്രയും രൂപ. പ്രകാശ് ചേട്ടാ, ആ ജഗൻ ബിസിനസിന്റെ കുറച്ച് കളക്ഷൻ പണം അലമാരിയിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുക്കാം. ഓപ്പറേഷൻ നടക്കട്ടെ. ആ എങ്കിൽ നീ വേഗം പോയി എടുത്തിട്ട് വാ. ചെല്ല്. ഹലോ. ശോ. ഛേ. ഹലോ. ഹലോ. ഛേ. ചേട്ടാ, ഞാനേ 2-3 തവണ വിളിച്ചു നോക്കി, കോള് കണക്ട് ആവുന്നില്ല. പ്രകാശ് ചേട്ടാ, ആ ഫോണിങ് തന്നെ. പ്രകാശ് ചേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. ജഗന്റെ വാട്സപ്പിൽ ഓൺലൈനിലുണ്ട്. ശരിയാണല്ലോ. ഹലോ. ഹലോ, ആ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പണം അയക്കാൻ വൈകുന്തോറും റിസ്ക് കൂടും. ജഗന്റെ ജീവൻ ആപത്തിലാണ്. ഇപ്പൊ അയക്കാം. ആ ഓക്കെ. വന്ദനെ, നമുക്ക് വേഗം ബാങ്കിൽ ചെന്ന് ക്യാഷ് അടയ്ക്കാം. ഹലോ, നിങ്ങളൊന്ന് വീഡിയോ കോളിൽ വന്നേ. എനിക്ക് ജഗനെ ഒന്ന് കാണണം. വന്ദനെ, നമുക്ക് ആദ്യം പോയി ക്യാഷ് ഇടാം. ഇവിടെ വീഡിയോ കോളിൽ വരാൻ പറ്റില്ല, സിഗ്നൽ കുറവാണ്. ഞാൻ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അപ്പൊ സിഗ്നൽ വന്നോളൂ. ഹലോ ഹലോ, ദാ ഇത് തട്ടിപ്പായിരുന്നു. ഇനി ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയേ. സ്വിച്ച് ഓഫ് ആണല്ലോ. ഉം. കൊള്ളാം. നിന്റെ ബുദ്ധിയും തിരിച്ചറിവും കൊണ്ട് ഏപ്രിൽ 1 നമ്മൾ ഫൂൾ ആവാതെ രക്ഷപ്പെട്ടു. ഇതുപോലെയാ ഓരോരുത്തർ ഈ പാവങ്ങളൊക്കെ പറ്റിക്കുന്നത്. ആ ദാ ജഗൻ വിളിക്കുന്നു. ഹലോ ജഗ. വന്ദനെ, ഇപ്പോ എനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞൊരു കോൾ വന്നിരുന്നോ? ആ വന്നിരുന്നു. ജഗൻ ആക്സിഡന്റ് ആണ്, ക്യാഷ് അയക്കാനും പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അയച്ചോ? ഇല്ല, ഫേക്ക് കോൾ ആണെന്ന് മനസ്സിലായി. അതൊരു ഏപ്രിൽ ഫൂൾ കോൾ ആണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? അത് വിളിച്ചതാരാണെന്നറിയോ? നീ ഞാനാ. ആ, എന്റെ ഭാര്യയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. ഈ ബെറ്റിൽ വിജയിച്ചത് നീ തന്നെയാ. ഞാനല്ല നീ. എന്റെ വന്ദനെ ആർക്കും ഏപ്രിൽ ഫൂൾ ആക്കാൻ പറ്റില്ല. റിയലി ഐ ലവ് യു. ഐ ലവ് യു ടു. ആ എങ്കിലേ ഏപ്രിലെ ആദ്യത്തെ ചുംബനം എന്റെ വക. തിരിച്ചതാ. തിരിച്ചു തരാൻ പറ്റില്ല. ദേ ഇവിടെ പ്രകാശേട്ടൻ അടുത്തുണ്ട്. കൊടുത്തോ കൊടുത്തോ. ഞാൻ മാറി തന്നേക്കാം. കൊടുത്തോ കൊടുത്തോ. ഇപ്പൊ ഇവിടുന്ന്. താങ്ക് യു.